പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി ആയി മാറുമ്പോഴാണ് അസ്വീകാര്യമായ സമയം സ്വീകാര്യമാകണതും പ്രസാദകമല്ലാത്ത സമയം പ്രസാദകരമായി മാറ്റണതും അതിൻ്റെ മാതൃകയും മധ്യസ്ഥമായാണ് പരിശുദ്ധ അമ്മയെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പ്രമേയം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ദാസൻ ആയാൽ, ഇങ്ങനെ ദാസിയായാൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ദാസനാകാം? ദൈവത്തിൻ്റെ ദാസൻ്റെ മുഖമുദ്ര എന്താണ്? ദൈവത്തിൻ്റെ ദാസിയുടെ മുഖമുദ്ര എന്താണ്? നമുക്കറിയാം, സ്നേഹമുണ്ട്, ഇവിടെ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവദാസിയുടെ മുഖമുദ്ര അല്ല. ദൈവത്തിൻ്റെ ദാസൻ്റെ അല്ലെങ്കിൽ ദൈവദാസിയുടെ ഇപ്പോൾ ദൈവസ്നേഹം, പ്രത്യാശ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസം, അങ്ങനെ തിയോളജിക്കൽ വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷെ ഇതൊന്നും ദാസൻ്റെ പ്രഖ്യാപിതമായ മുദ്രയല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ദാസൻ്റെ അസ്വീകാര്യമായ സമയത്തെ സ്വീകാര്യമാക്കി മാറ്റാൻ കഴിവുള്ള ദാസൻ്റെ, അല്ലെങ്കിൽ പ്രസാദകരമല്ലാത്ത സമയത്തെ പ്രസാദകരമാക്കി മാറ്റാൻ കഴിവുള്ള ദാസിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ബൈബിൾ തരത്തുള്ളൂ. ദാറ്റ് ഈസ് ഫിഡലിറ്റി. എന്താണ്? വിശ്വസ്തത. ഈ വിശ്വസ്തതയും ദാസനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നമ്മൾ വായിച്ചിട്ട് സുവിശേഷത്തിൽ എന്താ പറയണത്? അവൻ ചതഞ്ഞ ഞാങ്കണം ഒടുക്കിയില്ല. പൈസയ 42 അല്ലേ? 42:3 അവൻ ചതഞ്ഞ ഞാങ്കണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അപ്പം ഈ സുവിശേഷം ഞാൻ ഈ ക്രിസ്മസിന് ധ്യാനിച്ച ഭാഗമാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഒരു സംഭവമില്ല. വെച്ചാൽ വേറെ സാധാരണഗതിയിൽ ഞാൻ വ്യാഖ്യാന പുസ്തകങ്ങൾ ഒന്നും നോക്കത്തില്ല. കാര്യം വ്യാഖ്യാനിക്കേണ്ടത് ആരാ? കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് വ്യാഖ്യാനിക്കേണ്ട സമയത്ത് നമ്മൾ വല്ലവരും സാധനം എടുത്ത് വ്യാഖ്യാനിച്ചാൽ ബൗദ്ധികമായിട്ട് അക്കാഡമിക്ക് കിട്ടും, പക്ഷേ അതിന് അഭിഷേകം ഉണ്ടാകത്തില്ല. അതൊരു ബുദ്ധിയെ മാത്രം ഇങ്ങനെ തെളിച്ച് പ്രകാശിപ്പിക്കും. പക്ഷേ വ്യക്തിയെ അത് അഭിഷേകം ചെയ്തിട്ട് ശക്തി കൊടുത്തിട്ട് വിടുതൽ നൽകുന്നതിന് അത് പര്യാപ്തമല്ല. അതൊരു ക്ലാസ് റൂം തിയോളജി അവിടെ കേട്ട് ബൗദ്ധികമായ ബോധ്യം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകമാണ് വേണ്ടത്. ആത്മാക്കളെ വീണ്ടെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിലെ ഒരു ഹൈന്ദവ സഹോദരി ക്യാൻസർ 4th സ്റ്റേജിൽ സുഖപ്പെട്ടു എന്നും പറഞ്ഞ് വേറൊരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ സാക്ഷ്യത്തെ ഓൺ ചെയ്യണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഓൺ ചെയ്യാത്തതിൻ്റെ കാരണം ആ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് ഞങ്ങളത് ഓൺ ചെയ്യണത്. പക്ഷെ ആ വ്യക്തി, ആ സൗഖ്യപ്പെട്ട വ്യക്തി പിന്നീട് നടത്തിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങളുണ്ട്. അത് ഗംഭീരമാണ്. ദാറ്റ് മീൻസ് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വാസം കിട്ടി അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തീരുമാനിക്കും. ഇവിടെ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും യേശുവിനെ ഒരു വ്യക്തി തൊട്ടു, കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസറിനുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ എപ്പോഴും കിട്ടും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, വെളിപാടുകൾ നന്ദി പറയുന്ന കർത്താവേ, പ്രബോധനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേക വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ. യേശുവേ ആരാധന. സർവേശ്വരൻ
അപ്പൊ ദാസന്റെ അഥവാ ദാസിയുടെ മുഖമുദ്രയായിട്ട് ഐസയ 42:3 എന്താ പറയണത്? അവൻ അല്ലെങ്കിൽ അവൾ വിലപിക്കുകയോ അതുപോലെ സ്വരമുയർത്തുകയോ ഇല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഒരു ജീവിത പ്രതിസന്ധിയുടെ മുമ്പിലെ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? വിലപിക്കുക, നിലയം വിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജീവിത പ്രതിസന്ധി, ഇപ്പോൾ രോഗമാകാം, ക്ഷീണമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം, ഭർത്താവ് മരിച്ച അവസ്ഥയാകാം, ഭാര്യ മരിച്ച അവസ്ഥയാകാം, കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്ത അവസ്ഥയാകാം, ഉള്ള കല്യാണം പോയ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഡൈവേഴ്സായ അവസ്ഥയാകാം. വാട്ട് എവർ മീ ദ സിറ്റുവേഷൻസ്, ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ വിലപിക്കാം. എന്തുമാത്രം ഞാൻ സ്നേഹിച്ചതാണ്, എന്തുമാത്രം ഞാൻ എൻ്റെ കയ്യിലെ വളവരെ ഊരിക്കൊടുത്ത് പണയം വെച്ച് കൊടുത്തതാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ല. അവർക്ക് ലെമൻറ്റേഷൻ നടത്താൻ പറ്റും, വിലപിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ശരി പറയാം, മരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ പെണ്ണെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസാണ് അവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, പോവുകയാണോ, എന്നെയും വിട്ട് പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് റിലീവ്ഡ് ആവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് കൊച്ചച്ഛനായിരുന്ന കാലത്തൊക്കെ ഇത് വെക്കുമ്പോൾ ഞാൻ ദൈവമേ എന്നും കൊന്നും ഇവിടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇനിയെന്നും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ അവർ റിലീവ്ഡ് ആവില്ല, അതിന് രക്ഷ. പക്ഷേ അതല്ല പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഒരു വിശ്വാസി കൈവരിക്കേണ്ട, ഒരു വിശ്വാസി ആരാണ്, ഒരു ദാസി ആരാണ് നിങ്ങൾ അറിയണം. ദാസിയുടെ ഗുണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ദാസൻ്റെ ഗുണമുണ്ട്, അവൻ വിലപിക്കത്തില്ല. അവൻ വിലപിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ എടുക്കുക. അമ്മയ്ക്ക് ഈ തണുപ്പുള്ള രാത്രി, അതായത് കഠിനമായ ശരീരം കുത്തിത്തുളച്ച് കയറുന്ന തണുപ്പുള്ള രാത്രി, ഈ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണവും കേട്ട് ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ ഈ നിസ്സഹായനായി ഒരു വീട് പോലും, ഒരു ചാർത്ത് പോലും ഒപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കൊടുക്കാൻ പറ്റാതെ നിസ്സഹായനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാതെ നിൽക്കുമ്പോൾ ആരാണ് കരയാത്തത്? ആരും കരഞ്ഞു പോകും. വെറുതെ കുത്തിയിരുന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരായിട്ട് ആശുപത്രി കൊണ്ട് ആക്കിയിട്ട് 3 ദിവസമായിട്ട് കിടക്കാതെ വരുമ്പോഴേ നമ്മൾ ആ വാർഡിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് പറയാം, അച്ഛാ ഇത് പെറ്റതിന് മുമ്പേ വന്നില്ല, പെറ്റിട്ട് ഇപ്പം 5 ദിവസമായി, അമ്മായിയമ്മ കൂടെ ഉണ്ട്, എന്നുവെച്ചാൽ ഭാര്യയുടെ അമ്മ കൂടെ ഉണ്ട്, അവർ മാത്രമേ ഉള്ളൂ, മരുമകൻ വന്നില്ല. അവൻ വെള്ളത്തിൻ്റെ പുറമോ അല്ലെങ്കിൽ തോന്നിവാസത്തിലോ ആണ്. പക്ഷേ ആ കൊച്ചിനെ കണ്ട മുഖം പോലും കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും, അപ്പോൾ അമ്മായിയമ്മ നമ്മൾ പറയും, അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാനാവും വന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ നിലവിളിക്കും. ഇതാണ് നിലവിളിക്കുക, വിലപിക്കുക എന്ന് പറയുന്നത്. മകൾ മാത്രമല്ല, പക്ഷേ ആ സിറ്റുവേഷൻ ഭയങ്കര സങ്കടകരമാണേ. കാരണം കെട്ടിച്ച് വിട്ടിട്ട് ഗർഭിണിയായിട്ട് വീട്ടിൽ തിരക്കാതെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രി ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ പറ്റാത്ത അത്ര കഠോരമായ ദുഷ്ടന്മാർ ഞാൻ പറഞ്ഞത് കെട്ടാൻ നിൽക്കുന്നതാണ്. ചില ആൾക്കാർ കെട്ടിപ്പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ അവർ വിശുദ്ധരായി ജീവിച്ചവൻ, കാര്യം കെട്ടാൻ യോഗ്യതയില്ലാത്തവൻ. അപ്പം ഞങ്ങൾക്കൊക്കെ എന്താ വിളി കിട്ടിയപ്പോൾ കെട്ടാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി, ഞങ്ങൾ കല്യാണം കഴിക്കില്ല, കർത്താവിനെ സ്വീകരിച്ചു. അതെന്താണ്? ആ വിളിയുടെ കാലത്ത് ഞങ്ങളത് തിരിച്ചറിഞ്ഞതാണത്. പിന്നീട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നും എന്ത് പറ്റണ? എത്രയോ സന്തോഷമായിട്ട് എത്ര രോഗങ്ങൾ വന്ന് ക്രിസ്മസ് പോലും ഇല്ല ജീവിതത്തിൽ, പക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ 6 രോഗങ്ങളായിട്ടാണ് എനിക്ക് അവസ്ഥ, 4 രോഗങ്ങൾ. എന്നിട്ട് ആരോഗ്യം പരാതി പറഞ്ഞു. അതെന്താ കാര്യം? ഈ അമ്മയെടുക്കുന്ന പഠിച്ചതാണ്. അമ്മ എന്താ ചെയ്യണത്? ഈ പാതിരാത്രിക്ക് ഒരു മനുഷ്യൻ പോലും വരണില്ല, തിരക്കണില്ല, മനുഷ്യപ്പറ്റില്ല, ആരും അന്വേഷിച്ച് വരണില്ല. ഞാൻ ബെത്ലഹേമിൽ പോയി അമ്മ പെറ്റുകിടന്ന സ്ഥലം കണ്ടത്, അവിടെ ഒരു കുത്തിയിരുന്ന് കൊന്തയിലെ ആളാണ്. അപ്പം ഞാനിപ്പോൾ ഈ ബെത്ലഹേമിലേക്ക് ഞാൻ നോക്കുമ്പോഴും നമ്മളുടെ കറക്റ്റ് ഇതാണ്, എന്താ ഹൈ റേഞ്ചിലുള്ള സ്ഥലമുണ്ടല്ലോ നമ്മളെല്ലാവരും ആൾക്കാരൊക്കെ പോകുന്നത്, ഞാൻ മറന്നു സ്ഥലം. അതുപോലെ നല്ല പച്ചപ്പുല്ലിങ്ങനെ പിരിച്ച് നല്ല തണുത്ത പ്രകൃതിയാണ് അവിടെ. അപ്പോൾ വാഗമണ്ണ് പോലെ തന്നെ ഈ സ്ഥലം ഇങ്ങനെ ബെത്ലഹേം, ഞാനിങ്ങനെ ബെത്ലഹേമിന് ഈ പുൽക്കൂട്ട് അമ്മയുടെ ആ പാറയുടെ വലിയൊരു പാറയാണ്, പാറയുടെ ഉള്ളിലാണ് ഈ
കാലികളെ സൂക്ഷിക്കുന്നത്. അവിടെയാണ് ചരിത്രപരമായിട്ട് പാരമ്പര്യത്തിൽ അമ്മ തിരുപ്പറമ്പ് നടന്ന സംഭവം. നമ്മളവിടെ കൊന്തയിലിട്ട് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ വാഗമൺ പോലെ ഇരിക്കും. എന്താണ്, എല്ലായിടത്തും നല്ല തണുത്ത പച്ചപ്പുള്ള പുല്ല് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ ഒരു മലയടിവാരത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ആ പ്രദേശത്ത് നിന്ന് അന്നും ഇല്ല മനുഷ്യർ, ഇന്നും ഇല്ല മനുഷ്യർ. വിജനമായ സ്ഥലമാണ്. ഈ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടു പോയിട്ട്, കാലികളുടെ ഇടയിൽ അകപ്പെട്ടു പോയിട്ട് അവൾ കരഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അതിന് പ്രാകൃതരായ മനുഷ്യരെയാണ് കാണുന്നത്. ആരെ കാണുന്നത്? ഇടയന്മാരെ കാണുകയാണ്. കരയാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉണ്ട്. ഭർത്താവിനെ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം, നിങ്ങളെ പെറ്റതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് വന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവമേ, നിന്നെ ദാസിയാകാൻ ദൈവം വിളിക്കുന്നു. നീ കരയരുത്. വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ നീ വാരി വലിച്ച് നിലവിളിച്ച ഒരു പ്രശ്നമില്ല. പക്ഷേ നിനക്ക് കിട്ടിയ പാഠം എന്താണ്? തിരിഞ്ഞു നോക്കാൻ അറിയില്ല. ഇനി ആവശ്യപ്പിതാവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചാർത്ത് കാണിച്ചു കൊടുക്കാനും തരപ്പെടുത്തിയെടുക്കാനും ഉള്ള കഴിവില്ല. ദൈവം ചില മനുഷ്യരുടെ കഴിവ് തക്ക സമയത്ത് എടുത്തു കളയും. വലിയ കഴിവുള്ള മനുഷ്യനാണ്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് അമ്മയും കുഞ്ഞിനെ കൊണ്ടുപോയി വേറെയും കൂലിയില്ലാത്ത കാലത്ത് 2 കൊല്ലം താമസിച്ച ആളാണ് ഔസപിതാവ്. കഴിവില്ലാഞ്ഞിട്ടാണോ? കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവം ചിലരുടെ കഴിവെടുത്ത് ചില സമയത്ത് എടുത്തു കളയും. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ല മാർഗ്ഗമില്ല. നിൻ്റെ ഭർത്താവിനെ നിന്നെ നോക്കാനും തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ കഴിവുണ്ടേ, പക്ഷെ ചില സമയത്ത് ആ ഓർമ്മ കിട്ടത്തില്ല. എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടൊന്നും ഒക്കത്തില്ല. അയാൾ ചെയ്യും, പക്ഷെ ഒക്കത്തില്ല. പല വേലകളും പല പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒക്കണില്ല. എല്ലാ വലിയ കഴിവുള്ള മനുഷ്യർക്ക് ചില സമയത്ത് എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട പോലെ വരും. ഔസപിതാവ് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു. ഒറ്റയ്ക്ക് അമ്മയും കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി വേറെ ഒരു രാജ്യത്ത് പോയി. അത് വെറുതെ പെരുന്നാളിന് പോയതല്ല. ഊരിപ്പിടിച്ച വാളുമായി ഹെറോദസിൻ്റെ പട്ടാളക്കാർ പുറകെ വരുമ്പോൾ മുമ്പേ വീണ് ജീവനം കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയി അന്യരാജ്യത്ത് ഈ അമ്മയും കുഞ്ഞിനെയും 2 കൊല്ലം താമസിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ രാത്രി ചങ്കൂറ്റം പോയി. പെറ്റ ദിവസം ചങ്കൂറ്റം പോയി. ഒരു വീട് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല. ദയവേദലേ, നിനക്ക് നിൻ്റെ പണം, നിൻ്റെ ശക്തി, നിൻ്റെ സ്വാധീനം ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിനക്ക് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ നിന്നോട് പറയുന്നു, അപ്പോഴും നീ കരയരുത് മോളെ. എന്താണ്? അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. മക്കളെ അതായത് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ കരഞ്ഞാൽ ഒരു വിഷയത്തെ, നമ്മൾ ആ വിഷയത്തിൽ കരഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് പറയണത്. അദ്ദേഹം പറയണത് ദൈവവചനം നിറവേറ്റുന്നതിൽ, നീതി നിവർത്തിയാക്കുന്നതിൽ, ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ദൈവഹിതം നിറവേറ്റുന്നത് നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ പറയണല്ല, ഐസയ പറയണ വചനങ്ങളാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഇപ്പം എന്താ അമ്മ ചെയ്തത്? കരയേണ്ട സമയത്ത് അമ്മ എന്താ ചെയ്തത്? ലൂക്ക 2:19 അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, കരഞ്ഞില്ല. അത് അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. ഐസയ 42:2 ദാസനാണ്. ദൈവത്തിൻ്റെ ദാസ്യം അതുപോലെ വിലപിക്കുകയോ കരയുകയോ സ്വരമുയർത്തുകയില്ല. കരഞ്ഞില്ലല്ലോ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് 2:19 ലൂക്ക 2:19 നമ്മളോട് പറഞ്ഞത് എന്താണ്? മറിയം അട്ലയമാരി പോയപ്പോൾ കരയേണ്ടതായിരുന്നു. അവിടെ കരയേണ്ടതായിരുന്നു. ഈ പ്രാകൃതം പിടിച്ച മനുഷ്യനെ കാണുമ്പോൾ കരഞ്ഞു പോകേണ്ടതായിരുന്നു. അമ്മയില്ല, അപ്പനില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, ഔസപിതാവിൻ്റെ പക്ഷത്തൊന്നുമില്ല, സ്വന്തം പക്ഷത്തൊന്നുമില്ല, നാട്ടുകാരുമില്ല. കരയേണ്ടതായിരുന്നു അവിടെ. പക്ഷെ അവൾ കരഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി വചനം പറയും,
അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജീവിതം പരിശുദ്ധ അമ്മയെ പോലെ കർത്താവേ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തോട് വിശ്വസ്ത പുലർത്താൻ കർത്താവേ നമ്മുടെ ഓരോ മക്കളിലും അഭിഷേകം ചെയ്യണം. യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. രണ്ടാമത് ദാസന്റെ സ്വഭാവം അല്ലെങ്കിൽ ദാസിയുടെ സ്വഭാവം എന്ന് യെശയ്യാ 42:2-3 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ സ്വരമുയർത്തുകയില്ല, അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയോ ഇല്ല. അതായത് തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ല. അതായത് ഞാനെപ്പോഴും ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിക്കുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. കാര്യം അമ്മയ്ക്ക് ഇത് വെക്കാൻ കാരണം അമ്മയ്ക്ക് സ്വരം ഉയർത്തി രണ്ട് വർത്തമാനം പറയാനുള്ള പല സാഹചര്യം ഈശോ തന്നെ ഒപ്പിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അമ്മയോടും അപ്പനോടും പറയാതെ ഈ ദേവാലയത്തിൽ തന്നെ തങ്ങിയത് ഭയങ്കരമായ കഷ്ടമായിപ്പോയി. അമ്മനോട് ഇപ്പം നമ്മൾ ഈ ഫൈൻഡിങ് ഇൻ ദ ടെമ്പിൾ ഫൗണ്ട് മിസ്സിങ് ഒക്കെ നമ്മളെ പറഞ്ഞ് ധരിക്കണില്ലേ ജപമാലയിൽ. ദേവാലയത്തിൽ ഈശോയെ കാണാതിരിക്കെ കണ്ടുമുട്ടി. അത് ആ വിഷയം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആ വിഷയം ഈശോ ഒരു വാക്ക് പോലും പറയാഞ്ഞ കാരണം മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടായെന്നാണ് അമ്മ പറയണത് 2:48. ഈശോ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠയല്ലേ. കാര്യം ഭയവും ഉത്കണ്ഠയുമാണ്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഉത്കണ്ഠ ഉണ്ടായിരിക്കണത്? ഈ യേശുവിനെ കയ്യിൽ നിന്ന് ഇപ്പോൾ നസ്രത്ത് വരെ ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ തിരിച്ച് നടക്കുകയും നസ്രത്ത് എത്തിയില്ല. ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നസ്രത്ത് എത്തും. 2 ദിവസത്തെ വഴി നടന്നെത്തി കഴിയുമ്പോഴാണ് ഈശോ ഇല്ലാത്തത് അറിയണത്. അപ്പോൾ അവർക്ക് ഉത്കണ്ഠ ഉണ്ടായെന്നാണ് പറയണത്. എന്താണ് ഉത്കണ്ഠ? ആ ഉത്കണ്ഠ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവിന് ഭയം ഉണ്ടായി. ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു. എന്താണ് ഭയം ഉണ്ടായത്? ഈ നസ്രത്തിലേക്ക് നിന്ന് പോകാത്ത കഫർനഹൂമിൽ പോകാണ്ട കാരണം എന്താണ്? ഭയം ഉണ്ടാകാൻ കാരണം എന്താ? 2:20 മത്തായിയുടെ സുവിശേഷം. അതായത് ഹെരോദസ് ദ ഗ്രേറ്റ്, അയാളുടെ മകൻ അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോൾ ഔസേപ്പിതാവിന് ഭയമായി. അതാണ് ഞാനും എൻ്റെ പിതാവും കൂടി. എന്തിനെക്കുറിച്ചാണ്? അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോഴാണ് ഭയമായത്. അപ്പോൾ എങ്ങനെ അർക്കലാവോസിൻ്റെ ആൾക്കാർ വന്ന് ഈശോനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഈ അപ്പനും അമ്മയും കൂടി ചിന്തിക്കുന്നത്. അർക്കലാവോസിൻ്റെ ആൾക്കാരെ വന്ന് ഇവനെ തട്ടിച്ചുകൊണ്ട് ഈ ദേവാലയം തട്ടിക്കൊണ്ട് പോയോ? എന്താണ് സംഭവിച്ചെന്നറിയാതെ അമ്മയ്ക്ക് ഭയവും അമ്മയ്ക്ക് ഉത്കണ്ഠയും ഔസേപ്പിതാവിന് ഭയവും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? സോറി മദർ എന്ന് പറയേണ്ടതാണല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ വല്ലതാണെങ്കിൽ അടി പാർസൽ കണക്കുരിയുടെ അപ്പാതി അപ്പനൊന്ന് തരും, എന്നിട്ടേ പിന്നെ വിശേഷം പറയത്തുള്ളൂ. കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സിറ്റുവേഷൻ മോശമാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി ഈശോ കൊടുക്കണത് എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഇതിന് ഈ ഉത്കണ്ഠയും ഭയവും മാറാൻ അതൊരിക്കലും മതിയായ ആൻസറല്ല. ഈശോയുടെ സ്റ്റാൻഡ് പറയണം. അത് കറക്റ്റാണത്. ഈശോയുടെ സ്റ്റാൻഡ് പറയും. അവസാനം വരെ കുരിശ് വരെ പറയും. കുരിശ് വരെ ഈശോയുടെ സ്റ്റാൻഡ് പറയും. പക്ഷേ മാനുഷികമായ രീതിയിൽ ഉത്കണ്ഠയും ഭയമുള്ള മാതാപിതാക്കന്മാർക്ക് മതിയായ മറുപടിയാണോ അത്? നിനക്ക് വാക്കിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് അമ്മക്ക് തിരിച്ചു ചോദിച്ചാൽ ഈശോക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ മറിയം ചോദിക്കത്തില്ല. കാര്യം എന്താണ്? അവൾ ദാസിയാണ്. അവളുടെ സ്വരം ഉയരത്തില്ല. അവളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ അവൻ്റെ മകനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ഉയർത്തില്ല. നമ്മൾ വായിച്ചില്ല അത് എന്താ പറഞ്ഞത്? അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല, അവൻ്റെ സ്വരം കേൾക്കുകയുമില്ല. ദിസ് ഈസ് മദറിന് ഇവിടെ സംസാരിക്കാൻ ശരിക്കും. ഞാനെപ്പോഴും അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു മനുഷ്യനാണ്.
പക്ഷെ പലപ്പോഴും എൻ്റെ നിലവാരത്തിൽ താഴെയുള്ള ആൾക്കാരോടായിരിക്കും, മുകളിലുള്ള ആൾക്കാരോടൊന്നുമല്ല. അവർ ബഹുമാനമൊക്കെ ഉണ്ട്, എത്ര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ താഴെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷേ അതും എന്തോ ഒരു ദാസനാകുന്നതിൽ നിന്ന് എന്തുമാത്രം നമ്മളെ മാറ്റും. കാര്യം അമ്മ നമുക്ക് നൽകിയ പാഠം എന്താണ്? പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും നീ വിശ്വാസിയാണെങ്കിൽ നിനക്ക് പൊട്ടിത്തെറിക്കാം. പക്ഷെ നീ ഒരു ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് അത് കപ്പാസിറ്റിയാണത്. അമ്മ ബേസിക്കായിട്ട് എന്താണ്? ദൈവവചനം. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവൻ എന്നാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേ ഈശോ പറഞ്ഞ വചനം എന്താണ്? ദൈവപുത്രൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തോട് മറിയം എന്ത് ചെയ്യണം? മറിയം എന്താണ് ചെയ്തത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവൾ പൊട്ടിത്തെറിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, പണ്ടൊക്കെ ഞാൻ കൈയൊക്കെ നീളമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്താണ് മൈനസ് മേരി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. വെള്ളമുണ്ടും പിന്നെ വെള്ള കൈ നീളമുള്ള ഷർട്ട്. അപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും പട്ടത്തിന് പഠിക്കണമല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ തലയാട്ടം പഠിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പഠനമാണ് മറിയത്തിന് പഠിക്കണമെന്ന് പറയുന്നത്. പട്ടത്തിന് പഠിക്കണമെമ്പോൾ കഴിച്ച് പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണ്? മറിയത്തിന് പഠിക്കുക. കാര്യം മറിയത്തിന് പഠിക്കണ എന്തിനാണ്? യേശുവിനെ കിട്ടാനുള്ള എളുപ്പമാർഗ്ഗം അതാണ്, വേറൊരു മാർഗ്ഗമില്ല. അതായത് ദൈവപിതാവിൻ്റെ ഇത് കണ്ട ഈ മിണ്ടാണ്ടിരിക്കണ വിഷയം കണ്ടില്ലേ? സ്വര ഉയർത്തേണ്ട സമയത്ത് പോലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. 2:49 എന്താ എഴുതിയിരിക്കണത്? ഈശോ അത് പറയുമ്പോഴും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? ദൈവവചനാണ് പറയണത്. ഇതെന്തൊരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണ് ചിന്തിക്കണത്. അതായത് ഞാനവർക്ക് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ഈശോ പറഞ്ഞത് ഈശോ ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈശോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കണത് എന്താണ്? അത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം എന്തിനുള്ളതാണ്? അതേക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞ ദൈവവേദലെ നമ്മുടെ ജീവിതം നിറവേറ്റാനും ധ്യാനിക്കാനും ഉള്ളതാണ്. അമ്മ ഉള്ളം കാലുമ്പോൾ ഉച്ചവരെ ഈ വചന നിറവേറ്റത്തിൻ്റെ ആളായ്മയാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ തത്സമയം പരിശുദ്ധാത്മാവിനെ കിട്ടി ദൈവ തിരുമനസ് അമ്മയെപ്പോലെ നീതിയെ വിജയത്തിലെ എത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്കണ 42:3 അനുസരിച്ച് കൊണ്ട് ചതഞ്ഞ ഞാങ്കണ ഒടിക്കാത്ത മങ്ങിയ തിരി കെടുത്താത്ത വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഐസയുടെ വചനങ്ങളൊക്കെ ഭയങ്കരമാണ് ശരിക്കും. അതായത് ഈ മങ്ങിയ തിരി ചില ദിവസങ്ങളിലൊക്കെ നമ്മളുടെ തിരി മങ്ങി അങ്ങോട്ട് പോവും. എന്താ? കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ ചില ആൾക്കാർ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മോന്തം കയറ്റിരിക്കണ കാണാം. ഞാൻ പറഞ്ഞ് വീഡിയോ തിരിക്കാൻ ചെയ്യുമ്പോഴൊക്കെ ചില എഴുത്തിമാർ മോന്തം കയറ്റിരിക്കണ കാണാം. അപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛാ ഈശ്വംശം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്തുതിയാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഒന്നും പറയണ്ട അച്ഛാ, ഇവിടെ ഒരു തൊഴുത്ത് പോലെയാണ് അച്ഛൻ വെഞ്ചരിക്കുക, ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും. അതുവെച്ചാൽ അവരുടെ മനസ്സ് വിശ്വാസം മങ്ങിപ്പോയിരിക്കുക. വീട്ടുകാരുടെ കുറേ നാട്ടുകാരുടെ അയൽവാസികളുണ്ടാവുമല്ലോ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പോലീസ് കേസ് കൊടുക്കാനും ഒക്കെ വരുമ്പോൾ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരും. നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഞങ്ങളെന്താ പറയണത്? അപ്പോൾ ഉടനെ ഹർജി വായിച്ച് കേൾപ്പിക്കും. പണ്ടാരക്കാലൻ നമുക്കിടെ പണി വെച്ചല്ലേ. ദൈവമേ സമാധാനം ഇല്ലല്ല, തിരി മങ്ങിപ്പോവുകയാണ്. എങ്ങനെയാണ് അത് മങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ മങ്ങിയ തിരി ഇവർ കെടുത്തും. ഈ മങ്ങിയ തിരി ഇപ്പം തന്നെ തിരി മങ്ങി നിൽക്കുക. ഇത്രയും നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മങ്ങിപ്പോയി, വിശ്വാസം മങ്ങിപ്പോയി, ദൈവസ്നേഹം മങ്ങിപ്പോയി, എല്ലാം മങ്ങിയിരിക്കുക. എൻ്റെ മക്കളെ നിങ്ങളെയൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം, എന്നെ അറിയാവും. എന്താ സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ട് അപ്പം മങ്ങിപ്പോവും. മങ്ങിയ തിരി മനുഷ്യൻ എന്താ ചെയ്യണത്? തല്ലിക്കെടുത്തി കളയും. മങ്ങിയ തിരി ഇപ്പം എന്താ? ഞാൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പം ഇന്ന് പോലീസ് മാറണില്ല എന്നുള്ള ചോദ്യം തന്നെ ഒരു കൊടുങ്കാറ്റാണ്.
നിൻ്റെ ചോദ്യം നിൻ്റെ കൊടുങ്കാറ്റായി നിൻ്റെ വിശ്വാസത്തിൻ്റെ തിരികെടുത്തിക്കളയും. മങ്ങിയ തിരികെടുത്ത് എൻ്റെ മക്കളെ, മങ്ങിയ തിരിയ, അതായത് ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കോവിഡുകളൊക്കെ വന്നിട്ട് വിശ്വാസത്തിൻ്റെ തിരി ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അതിനെ പിന്നെ ഊതിക്കെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? ദൈവദാസനാണ്ട തിരികളാണ് മങ്ങണത്. അപ്പോഴെന്ത് ചെയ്യും? ദാസനും ദാസ്യമാണെങ്കിൽ അവരാ തിരിക്കെടുത്തത്തില്ല. എന്താ കാര്യം? മങ്ങിയ തിരി എപ്പോഴായാലും ആളിക്കത്തുവെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാത്തത് കൊണ്ടാണ് ഇതെൻ്റെ തിരി മങ്ങിയ കാലമാണ്, ഇത് സ്വീകാര്യകമായ കാലമല്ല, ഇത് പ്രസാദത്തിൻ്റെ കാലമല്ല എന്ന് പറയുമ്പോഴേ നമ്മളെന്ത് ചെയ്യും? നമ്മളെ വിശ്വാസത്തിനെ തടുത്ത് പിടിക്കണം. മറ്റ് കാറ്റുകളെ നേരിട്ട് കർത്താവേ, അമ്മ കണ്ടില്ലേ, അതായത് ഒരിക്കൽ പോലും ഈ പ്രസവക്കൂട്ടിൽ കിടന്ന്, കന്നുകാലിക്കൂട്ടിൽ കിടന്ന് മെഴുകിയിട്ട് പോലും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മങ്ങിയ തിരി അമ്മക്ക് എടുത്തില്ല. മറിച്ച് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു, ഈശോ എന്താണ് നിന്നെ പെട്ട രാത്രി ആരും എൻ്റെ കൂടെ ഇല്ലാഞ്ഞ്? അന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അതാണ് അമ്മ മങ്ങിയ തിരിക്ക് എടുത്തത്തില്ല. ദൈവവിശ്വാസി, നീ പ്രാർത്ഥിക്കണം അമ്മയോട്, കാലക്കെട്ട് വീണ ഈ രാത്രി. എന്തിനാണെന്നറിയാവോ? അമ്മയെപ്പോലെ വിശ്വസിക്കാൻ, അമ്മയെപ്പോലെ എൻ്റെ വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ തിരിമങ്ങുമ്പോഴേ അത് കെടുത്താതിരിക്കാൻ, നെഗറ്റീവുകൾ ചിന്തിച്ച്, നെഗറ്റീവുകൾ പറഞ്ഞ് അത് കെടുത്താതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സ്പർശിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് അമ്മ മങ്ങിയ തിരികെടുത്താതെ, എന്തിനാണ് ചതഞ്ഞ അങ്കണ ഒടിച്ചു കളയാതെ നിലനിർത്തിയത്? അതൊരു പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഈ സമയത്ത് എന്താണ് അമ്മ ചെയ്തത്? താഴെ ഐസയ എഴുതിയിട്ടുണ്ട്, ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരികെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് സത്യമാണ്. കാര്യം അമ്മ ദാസിയാണല്ലോ. ലുക്കാ 1:38 വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, ഈശോ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ദാസൻ, ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. 12:18 മത്തായി. ഇപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മത്തായി 12:18 ഈശോ ദാസനാണ്, തിരഞ്ഞെടുത്ത ദാസനാണ്. ലുക്കാ 1:38 അമ്മ ദാസിയാണ്, വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസിയാണ്. ഈ ദാസൻ്റെയും ദാസിയുടെയും ജീവിത രീതികളെ നമ്മൾ വചനാത്മകമായിട്ട് ധ്യാനിക്കുകയാണ്. അമ്മ ധ്യാനിച്ചത് 2 സ്ഥലത്ത് വെച്ച് അമ്മ ധ്യാനിച്ചു. ആട്ടിടയന്മാർ പോയപ്പോഴും ധ്യാനിച്ചു. വചനം എന്തിനുള്ളതാണ്? ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. വചനം എന്തിനുള്ളതാണെന്ന് അമ്മ പറയും, മകനെ അത് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് എപ്പോഴും ധ്യാനിക്കണം, ദുർഘട സമയത്ത് പ്രത്യേകിച്ച്. പക്ഷേ എന്തിനാണ് ഇവർ മങ്ങിയത്തിരി കെടുത്താതിരുന്നത്? എന്തിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഒറ്റക്കാര്യം, വിശ്വസ്തത. വിശ്വാസമല്ല, പ്രത്യാശയല്ല, ദൈവസ്നേഹമല്ല, വിശ്വസ്തത. അതാണ് 3 ഐസയ 42:3 ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. നീതി പുലർത്തുക മാത്രമല്ല, നീതി പുലർത്തുക വെച്ചാൽ നീതി എന്നാണ്, ദൈവജനമാണ്. ദൈവജനം എന്താണ്? ദൈവ മനസ്സാണ്. ദൈവ മനസ്സിനോട് വിശ്വസ്തത കാണിക്കുന്നതായി പറയണത് എന്തിനാണ്? 4 ഐസയ 42:4 ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല, അധീരനാവുകയുമില്ല. ഭൂമിയിൽ എന്താണ്? നമ്മുടെ ജീവിതം എവിടെയാണ്? ഭൂമിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാപിക്കേണ്ടത്? നീതി സ്ഥാപിക്കണം. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നവരെ എന്ത് ചെയ്യും? പരാജിതനാവുകയില്ല. അവൻ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല.
ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വിജയിച്ച ചരിത്രം പറയുകയാണ്. വിശ്വാസി വിജയിക്കാനുള്ളവനാണ്. ദൈവ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ നീതി അത് ഭൂമിയാകുന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴോ നമ്മൾ പരാജയപ്പെടുകയില്ല. നമ്മൾ യുദ്ധം ചെയ്യും, ഈ യുദ്ധം നമ്മൾ ജയിക്കും മറിയത്തോടൊപ്പം. സ്തുതിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അമ്മയോടൊപ്പം ഞങ്ങൾക്ക് ജയിക്കാൻ കൃപ നൽകണമേ. എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള എല്ലാ സഹോദരങ്ങളും എഴുന്നേൽക്കുക. നമ്മൾ കർത്താവിൻ്റെ ജീവിക്കുന്ന ദിവ്യ കുർബാനയുടെ സാന്നിധ്യത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ജീവിത ദുരിതങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്കും വേണ്ടി ജീവിത ദുരിതങ്ങൾക്കെതിരെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും നിങ്ങളെ കർത്താവ് സ്പർശിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന് വചനം കിട്ടണം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടണം. കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ മേഖലകളെ എനിക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വനമുണ്ടാകണം, സമാശ്വാസം ഉണ്ടാകണം. കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈശോ, പലതരത്തിലുള്ള നെഞ്ചലച്ചിൽ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ട്. ഈശോ, നെഞ്ചലച്ചിലെ കർത്താവ് നെഞ്ച് വിങ്ങുന്നവരെ, അവിടെ മുമ്പിൽ സമാധാനം ഇല്ലാതെ ഇരിക്കുന്നവരെ, അവരെ നീ ഇപ്പോഴും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 1986 മുതൽ തുടങ്ങിയ കൗൺസിലിങ്ങിലൂടെ കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളർന്നിട്ടുള്ള ജനങ്ങളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. കർത്താവേ, ഈ ആരാധനയിൽ അച്ഛൻ ഇപ്പോഴും ഞങ്ങളുടെ കാര്യം പറയണമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ ഇപ്പോഴും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമേ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഓൺലൈനുണ്ട്. അവരെ ഈശോ ഇപ്പോൾ ഏറ്റെടുക്കും, അവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും. അവരെ ഞാൻ മനസ്സിൽ ഈശോ എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അവരെ ഓർക്കുന്നത്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ കർത്താവ് നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവേ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവെ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ നീ സ്പർശിക്കണേ. കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങള് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. സൗഖ്യങ്ങളെല്ലാം ഈശോയെ സാക്ഷ്യമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ദിവ്യകാരുണ്യത്തിന്. മക്കളെ ഈ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോകുന്ന തല മുതൽ ഉള്ളംകാല് വരെ ചിരങ്ങും ചൊറിയുമുള്ളവരെ ഇപ്പം ഈശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രത്തെയാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഊടിന് താഴെ തൊട്ട് താഴെ വരെ ഇങ്ങനെ വിരിഞ്ഞ് കളറെല്ലാം മാറി മഞ്ഞ നിറത്തി കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് രക്തത്തിൻ്റെ എല്ലാ ഓട്ടം കുറഞ്ഞ് മരവിച്ച് രക്തോട്ടമില്ലാത്ത ഭാഗങ്ങൾ, ഭയങ്കര ഗുരുതരമായ മാരകമായ ഒരു അവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഗർഭപാത്രത്തിൽ ഞാൻ വേറെ കാലത്ത് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഈശോ ഇപ്പോഴും ദർശനം തന്ന കാരണം ആ ഗർഭപാത്രങ്ങളെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് രോഗമാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് അത് യേശുവിൻ്റെ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ യേശു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞു അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും അങ്ങ് സ്പർശിക്കണമേ. ജീവിതം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിൻകഴുത്തിൽ വേദന ഉള്ളവർ പിൻകഴുത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലയിലെ വേദന വിട്ടുമാറാത്തവർ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളൊക്കെ നെറ്റിയിലെ നെഞ്ചത്തും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികളെ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ PCOD ഉള്ളവർ, അതുപോലെ തന്നെ പിസ്റ്റുല രോഗികളെ, അതുപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കാൻ പാടുള്ളവർ, കിഡ്നി രോഗികൾ എല്ലാം അടിവയറ്റിൽ മുതുകിനൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നടുവ് രോഗികൾ, നടുവ് ഇരിക്കാൻ പറ്റാത്തവർ, അത് കിടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവരെല്ലാം നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറ്റവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറിയവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൾക്കിട ചുഴിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് തറച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് തറഞ്ഞവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് മരിച്ചവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിയ രോഗങ്ങള്, തിരാവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. രോഗികളെ സൗഖ്യപ്പെടുന്നു പറയുന്നു. കർത്താവേ, സുഖപ്പെട്ടു പറയുന്നു. സാക്ഷ്യമായിട്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദന അനുഭവിക്കുന്നവരെ, ഹൃദയ സ്തംഭനമുള്ളവരെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ, കരളിന് നീർവീഴ്ചയുള്ളവരെ, ഫാറ്റി ലിവറുള്ളവരെ, മഹോദര രോഗികളെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് നടക്കുമ്പോൾ കിതപ്പുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഓരോരുത്തരെ കാണുമ്പോൾ കർത്താവ് വഴിയിൽ ഓരോരോ സ്ഥലത്ത് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട് ഈശോയെ. തെങ്ങിലും അതുപോലെ തൂണിലുമൊക്കെ താങ്ങിക്കൊണ്ട് കർത്താവ് നടക്കാൻ വയ്യാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ഉറക്കം രാത്രി ഇല്ലാത്ത കർത്താവ് ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവ് കൃപാസനത്തിൽ പറയുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അവരെപ്പോലുള്ളവരെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ഈശോ അവരെ സ്പർശിക്കണമേ കർത്താവ്. ഈശോ, ഞാൻ പറയാത്ത രോഗങ്ങൾ, തീരാത്ത രോഗങ്ങൾ കർത്താവ് ഇപ്പോഴും കർത്താവ് തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തിക കടങ്ങളുള്ളവരെ സാമ്പത്തികമായ ഒരു വഴി, ഈ 10,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ മാത്രമേ ഉള്ളൂ അച്ചോ, ഇനി ഇത് തീർന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിർത്താം, വിശപ്പറിയാതെ എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ കർത്താവ്, കിടക്കാൻ ഇടമില്ലാത്തവരെ കർത്താവ്,
വാടകയ്ക്ക് വേണ്ടി ഒഴിയേണ്ടി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവരെ കർത്താവ് കല്യാണം വരുമ്പോഴേ കല്യാണം ഇങ്ങനെയുള്ള പൊറുതി കൊണ്ടാണ് കല്യാണം വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വസതി കൊണ്ടും വീട് കൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തിൽ കല്യാണം വരാത്തവരെ, മറ്റു രോഗങ്ങൾ കൊണ്ടും കർത്താവ് സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവ് കല്യാണവും നഷ്ടപ്പെട്ടു പോയവരെ, കല്യാണം ഇല്ലാത്തവരെ, കല്യാണം വരാത്തവരെ കർത്താവ് ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലി ഇല്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകളെ കർത്താവ്, യോഗ്യത പരീക്ഷ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാവേ കർത്താവ്, പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷയിൽ കർത്താവ് ഫലം പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെ ഉടമ്പടി ചെയ്തു പോയ മക്കൾ കർത്താവ് ഓരോരോ പരീക്ഷയ്ക്കും ഇന്റർവ്യൂ വേണ്ടി കർത്താവ്, ജോലിക്ക് വേണ്ടി കർത്താവ്, വിദേശ യാത്രയ്ക്ക് വേണ്ടി കർത്താവ്, നാട്ടിലുള്ള ജോലിക്ക് വേണ്ടി കർത്താവ്, പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു കർത്താവ്, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സന്തോഷത്തിന് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ജീവിതം മനുഷ്യൻ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർ മുട്ട നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ശിരസ്സ് നമിച്ചുകൊണ്ട് വ്യക്തിപരമായ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സാമ്പത്തിക ഈ സർട്ടിഫിക്കറ്റുകൾ കുരുങ്ങിപ്പോയവർ, ഇല്ലാത്തവർ, ജോലി രേഖകൾ നഷ്ടപ്പെട്ടവർ, അതിൻ്റെ കാലാവധി കഴിഞ്ഞവർ, പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നവർ, വിദേശത്തായാലും സ്വദേശത്തായാലും അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദിവ്യകാരുടെ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ സമര നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുക. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇതാ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. കർത്താവ് അവരെ സ്പർശിക്കുകയാണ്. മാരക രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ഈശോ സ്പർശിക്കുകയാണ്. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയില് ബഹുമാനപ്പെട്ട ജോസഫ് പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഹൃദയത്തിലേറ്റ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ ദിവ്യകാരുണ്യത്താല് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് നിറയുകയാണ്. ദൈവത്തിന്റെ കൃപ അവരിലേക്ക് ചൊരിയപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അത് പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് സ്പർശിക്കുകയാണ്. ടെലിവിഷൻ ചാനലിലൂടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് കൃപാസന ദിവ്യകാരുണ്യ ആരാധനയിൽ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. തിരുസഭയുടെ മേൽ കർത്താവിന് കൃപ ചൊരിയാണ്. കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈശോ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുകയാണ്. അവിടെ രോഗങ്ങൾ, ദുരിതങ്ങൾ, കടങ്ങൾ, ജീവിത വിഷയങ്ങൾ ഈശോ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. പ്രിയമുള്ളവരെ, കൃപാസനത്തു നിന്നുള്ള പ്രത്യേകമായ അറിയിപ്പ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും മുൻകൂർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ 8138 04 51 98. രണ്ടാമത്തെ നമ്പർ 98 47 48 15 87. മൂന്നാമത്തെ നമ്പർ 90 74 68 45 74.
ഈ നമ്പറുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഡേറ്റ് നിങ്ങൾക്ക് മുൻകൂർ രജിസ്റ്റർ ചെയ്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. കൃപാസനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി. അനേകർക്ക് കൃപാസനത്തിൽ വന്ന് താമസിച്ചൊക്കെ പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം തേടുവാനും ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കൃപാസനം ഒരുക്കിയിരിക്കുന്നത്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്നതാണ്, കൃപാസനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മരിയൻ റോസറി ഗാർഡനിൽ അവർക്ക് വേണ്ടി പ്രത്യേകമുള്ള സംവിധാനങ്ങൾ ചെയ്യപ്പെടും. അതിൻ്റെ വിശദ വിവരങ്ങൾക്ക് 99 61 30 68 15 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃപാസനത്തിൽ അനുദിനം പ്രാർത്ഥന നിയോഗങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥന ആവശ്യം അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അവർ വിളിക്കേണ്ട നമ്പർ 90 74 68 45 74. രണ്ടാമത്തെ നമ്പർ 62 35 39 81 98. മൂന്നാമത്തെ നമ്പർ 62 82 03 76 69. നാലാമത്തെ നമ്പർ 90 72 04 74 84. ഈ നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയാവുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, കൃപാസനം ചൊവ്വാഴ്ചകളിലെ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളായിരിക്കുന്നവരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, FRVP ജോസഫ് കൃപാസനം. ശുശ്രൂഷാ സമയം എല്ലാ ചൊവ്വാഴ്ചകളിലും 11:30 മണി മുതൽ 1:30 മണി വരെയാണ്. ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഉടമ്പടി എടുത്തും പുതുക്കിയും സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷകൾ ഷെയർ ചെയ്യുക. ഓരോ ശുശ്രൂഷകൾ ഷെയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കുക.